ക്വാണ്ടം എന്ന പദം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം മാക്സ് പ്ലാങ്ക്. ഇൻഫ്രാറെഡ് രശ്മികൾ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഹെർഷൻ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന ആധുനിക ഉപകരണം കണ്ടുപിടിച്ചത് ആരെല്ലാം ചേർന്നാണ്? ഉത്തരം മാക്സ് നോൾ ഏണസ്റ്റ് റസ്ക. ആണവ സംയോജനം മൂലമാണ് നക്ഷത്രങ്ങളിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഹാൻസ് ബെത്ത. കൃത്രിമമായി ശൂന്യത ആദ്യമായി സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ടോറിസെല്ലി. നമ്മുടെ ക്ഷീരപഥത്തിന് സർപ്പിൾ ആകൃതിയാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം വില്യം മോർഗൻ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ വർണ്ണരാജി പഠിച്ച് സൂര്യനിലുള്ള പ്രധാന ഘടകം ഹൈഡ്രജൻ ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ആൻഡേഴ്സ് ജോനാസ് ആങ്സ്ട്രം. ഉപഗ്രഹങ്ങളിലൂടെയുള്ള ആശയവിനിമയത്തിന് ഏത് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം അൾട്രാ ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളും വെരി ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളും. ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. സൗരയൂഥ വാനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വാനനിരീക്ഷകൻ ആരാണ്? ഉത്തരം വില്യം ഹെർഷൽ. ഭൂമിയും ചന്ദ്രനും തമ്മിൽ അടുക്കുമ്പോഴും അകലുമ്പോഴും ദൂരത്തിൽ എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ടാകും? ഉത്തരം 50,287 കിലോമീറ്റർ. ഊർട്ടുമേഘം എന്നാൽ എന്താണ്? ഉത്തരം ഗ്രഹങ്ങളിൽ നിന്ന് വളരെ അകന്ന് സൗരയൂഥത്തെ മൊത്തം ആവരണം ചെയ്യുന്ന ഹിമശകലങ്ങളുടെ വലിയ ശേഖരമാണ് ഊർട്ടുമേഘം എന്ന് അറിയപ്പെടുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം ആര്യഭടൻ. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ പ്രശസ്ത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ഉത്തരം ജയ്പൂരിലെ ജന്തർ മന്തർ. ജ്യോതിശാസ്ത്ര സംബന്ധിയായ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ധൂമകേതുവിന്റെ വാൽ പോലുള്ള ഭാഗത്തിന് നീളം കൂടുന്നതായി കാണുന്നത് എപ്പോഴാണ്? ഉത്തരം സൂര്യന്റെ സമീപത്തേക്ക് വരുമ്പോൾ. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ബുധന്റെ ഉപരിതലമാകെ ചന്ദ്രനിലേതുപോലെ ഗർത്തങ്ങളാണ്. എന്താണ് കാരണം? ഉത്തരം ഉൽക്കകൾ വന്ന് പതിച്ചതിനാൽ. ആര്യഭടൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം? ഉത്തരം ആര്യഭടീയം. എന്താണ് ഉൽക്കകൾ? ഉത്തരം സൗരയൂഥത്തിലുള്ള ലഘുഗ്രഹങ്ങളും പൊട്ടിച്ചിതറിയ ധൂമകേതുക്കളുടെയും അവശിഷ്ടങ്ങളാണ് ഉൽക്കകൾ. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് എന്നതിന് ആദ്യമായി നിരീക്ഷണങ്ങൾ നടത്തുകയും തെളിവുകൾ നൽകുകയും ചെയ്തത് ആരാണ്? ഉത്തരം നിക്കോളാസ് കോപ്പർനിക്കസ്. ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ഒക്ടോബർ 4 മുതൽ 10 വരെ. ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം സെപ്റ്റംബർ 16. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യ വിക്ഷേപണം നടന്നത് എപ്പോഴാണ്? ഉത്തരം 2013 നവംബർ 5. 2014 സെപ്റ്റംബർ 24 ഇത് ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു.
പ്രസിദ്ധ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ CV രാമന്റെ ജനനവും മരണവും ഒരേ മാസത്തിലാണ് നടന്നത്. ഏത് മാസം? ഉത്തരം 1888 നവംബർ 7 ജനനം, 1970 നവംബർ 21 മരണം. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങിയത് എന്നാണ്? ഉത്തരം 2012 ഓഗസ്റ്റ് 6. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നീ റെക്കോർഡുകൾ 2007 സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഉത്തരം ശൂന്യത. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എൻഡവർ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ച് 2011 സ്ഥാപിച്ച 7000 കിലോഗ്രാം ഭാരമുള്ള ശാസ്ത്രീയ ഉപകരണത്തിന്റെ പേര്? ഉത്തരം ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ചന്ദ്രനിൽ ആയിരിക്കുമ്പോൾ എത്ര കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും? ഉത്തരം 10 കിലോഗ്രാം. സൂര്യനിലെ പ്രകാശ ഊർജം ഏത് വഴിയാണ് ഭൂമിയിൽ എത്തുന്നത്? ഉത്തരം റേഡിയേഷൻ. ഓർബിറിയ എന്നാൽ എന്താണ്? ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഒരു ഗ്രഹം. സ്പേസിൽ നിന്ന് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി കണ്ടത് ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. നക്ഷത്രങ്ങൾക്കും ഹൈഡ്രജൻ ബോംബിനും പൊതുവായുള്ള പ്രത്യേകത എന്താണ്? ഉത്തരം രണ്ടിലും ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ ദമ്പതിമാർ ആരെല്ലാമാണ്? ഉത്തരം ആൻഡ്രിയൻ നിക്കോളയോ വാലന്റീന തെരഷ്കോവ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ്? ഉത്തരം നിംബസ് 7. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് ബഹിരാകാശത്തെത്തുവാൻ ഉപഗ്രഹങ്ങൾ ഏത് വേഗതയിൽ വിക്ഷേപിക്കണം? ഉത്തരം സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ബാഹ്യാകാശത്തിലൂടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ഹെർമാൻ ടിറ്റോവ്. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് എത്ര കിലോമീറ്റർ ഉയരത്തിലെത്തണം? ഉത്തരം 100 കിലോമീറ്റർ ഉയരത്തിൽ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രധാന വൈദ്യുത സ്രോതസ് ഏതാണ്? ഉത്തരം സൗരോർജം. ശൂന്യാകാശത്തിലെ ജീവസാന്നിധ്യത്തെക്കുറിച്ചുള്ള പഠനം? ഉത്തരം എക്സോബയോളജി. വായുവിന്റെ ശുദ്ധത അളക്കാനുള്ള ഉപകരണം? ഉത്തരം ഇഡിയോമീറ്റർ. ശൂന്യാകാശത്ത് ആദ്യമായി നടന്ന വ്യക്തി? ഉത്തരം അലക്സി ലിയോണോവ്. മോസ്കോഡ് 11 എന്ന പേടകത്തിൽ നിന്നിറങ്ങി 10 മിനിറ്റ് നടന്നു. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് വില്യം ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളായ ഡെസ്ഡിമോണ, മിറാണ്ട, ഏരിയൽ, പോർഷ്യ എന്നീ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത്? ഉത്തരം യുറാനസ്. ഏതു ഗ്രഹത്തിലാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്? ഉത്തരം ശുക്രൻ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ ദിവസം? ഉത്തരം 1984 ഏപ്രിൽ 3. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം വി.വി. ഗിരി.
മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ഉത്തരം അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ.